ഇവരെയെല്ലാം 2018 തെരുവുനായ ആക്രമിച്ചത്. ആ സമയത്തു തന്നെ നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷ നൽകിയതാണ്. പക്ഷേ ഓഫീസുകൾ കയറിയിറങ്ങുകയല്ലാതെ നഷ്ടപരിഹാരം മാത്രം ലഭിച്ചില്ല. 35 ലക്ഷം 19 ആൾക്ക് പാസ്സായി എന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 2019 വരെയുള്ള ആൾക്ക്. ഞങ്ങൾ 2018 ഇതുവരെ ഒന്നും കിട്ടിയില്ല. പഞ്ചായത്തിൽ പല പ്രാവശ്യവും പോയി. കഴിഞ്ഞ ആഴ്ചയും കൂടി പോയതാണ്. ഇതുവരെ ഒരു വീരവൽക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവർക്ക് വിട്ടുമാറിയിട്ടില്ല. നായി കടിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് അസറയിൽ നടക്കുന്നത്. ഇപ്പം കാലിന് ഞരമ്പിലെന്തോ വലിയ നടക്കുമ്പോൾ ചെറിയ ഇതുണ്ടെന്നാണ്. കടിച്ചുകൂടെ പിടിച്ചാൽ ഞാൻ കാലിന് മുകളിൽ തച്ചു വന്നിട്ട്. 2016 തെരുവുനായകളുടെ ആക്രമണത്തിനിടയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനായി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി രൂപീകരിച്ചത്. 2016 മുതൽ കഴിഞ്ഞ ദിവസം വരെ 9407 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ നഷ്ടപരിഹാരം നൽകാനായത് 1144 പേർക്ക് മാത്രമാണ്. 8263 പേർ ഇവരെ പോലെ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. മാത്രമല്ല, ജസ്റ്റിസ് സിരിജഗന്റെ ഓഫീസ് പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് 2,40,566 രൂപയാണ്. ജസ്റ്റിസ് സിരിജഗൻ മാതൃകയിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപേക്ഷകളെല്ലാം ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി മാതൃകയിൽ ലീഗൽ സർവീസ് അതോറിറ്റി കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് അടുത്തിടെ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.